നമ്മൾ എല്ലാ മതസ്ഥരെയും അത് എല്ലാ മത ഗുരുക്കന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും മതപരമായ കാര്യത്തിൽ നമ്മൾ ആശയപരമായിട്ടുള്ള ചർച്ചകളും ആശയപരമായിട്ടുള്ള സംവാദങ്ങളുമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു മതത്തെയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യരുത്. എല്ലാ മതങ്ങളും ചെയ്യേണ്ടത് അവരുടെ മത ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ, അതേപോലെ തന്നെ ഇപ്പൊ ജിഹാദിനെ കുറിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ അദ്ദേഹം ഇന്നേക്ക് ഏകദേശം 100-120 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജിഹാദിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വാളെടുത്തുകൊണ്ടോ ആയുധം എടുത്തുകൊണ്ടോ മറ്റുള്ളവരെ വധിക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്ന് യുദ്ധങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ പ്രവാചകനെയും അതുപോലെ തന്നെ വിശ്വസിച്ച ആളുകളെയും വാളുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒരു പ്രതിരോധം എന്ന നിലയിൽ അനുവാദം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എല്ലാ കാലഘട്ടത്തിലും എല്ലാ മതസ്ഥരെയും വിശ്വാസികളെയും മറ്റു വിശ്വാസികളെയും വധിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് പറയുന്നത് അത് ആത്മസംസ്കരണമാണ്. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിന് നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ, കാരണം ഇന്നൊന്നും ഇസ്ലാമിനെ ഒന്നും ആരുകൊണ്ട് വാളുകൊണ്ടോ അല്ലെങ്കിൽ ആയുധം കൊണ്ടോ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ഈ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, അതിനൊരിക്കലും ആയുധം കൊണ്ട് നേരിടേണ്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.